വിൻസെന്റ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ചില കണക്കുകൾ പറഞ്ഞു. അതല്ല അതിന്റെ കണക്ക്. വിരമിച്ച ജീവനക്കാർക്കുള്ള കുടിശ്ശിക ആനുകൂല്യങ്ങൾ സമയബന്ധമായി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിന് സമഗ്രമായ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അതിന്റെ കൃത്യമായ കണക്ക് പറയാൻ സാർ എന്നെ അനുവദിക്കും. അതിന്റെ കണക്ക് ശ്രീ വിൻസെന്റ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ചില കണക്കുകൾ പറഞ്ഞു. അതല്ല അതിന്റെ കണക്ക്. അദ്ദേഹത്തിനോട് ഈ ബോധ്യപ്പെടാൻ വേണ്ടി ഇന്നത്തെ കണക്കാണ് ഞാൻ പറയുന്നത്. 1/1/2024 മുതൽ 28/2 രണ്ടാം മാസം വരെ ഇന്നത്തെ കണക്കല്ല, നൽകിയ ആനുകൂല്യങ്ങൾ ആണ്. DCRG CVP ഇനത്തിൽ 69,77,00,000 രൂപ. 3/24/23 വരെ 3/23/2021 മൂന്നാം മാസം വരെയുള്ള റിട്ടയർ ചെയ്തിട്ടുള്ള ആൾക്കാർക്കുള്ള ആനുകൂല്യങ്ങൾ നൽകിയിട്ടുണ്ട്. ആ ഡേറ്റ് വരെയാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ദിവസവും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. PF ഇനത്തിൽ 25,57,00,000 രൂപ കൊടുത്തു. PF ലോൺ കൊടുക്കുന്ന വകയിൽ 13,78,00,000 രൂപ, 1,00,000 രൂപ മുതൽ 50,000 രൂപ വരെ ഇപ്പം സ്ഥിരമായി നമ്മൾ ലോൺ അനുവദിച്ച് കൊടുക്കാറുണ്ട്. പിന്നെ NDR ഇനത്തിൽ ബാങ്കുകളിൽ നിന്ന് എടുത്ത ലോണ് തിരിച്ചടയ്ക്കുന്ന ഇനത്തിൽ ഒരു വർഷത്തെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ, 30,96,00,000 രൂപ. മെഡിക്കൽ ആനുകൂല്യങ്ങൾ 1,88,00,000 രൂപ. SLI സ്റ്റേറ്റ് ലൈഫ് ഇൻഷുറൻസ് GIS ഇനത്തിൽ 28,93,00,000 രൂപ. NPS ഇനത്തിൽ 5,14,00,000 രൂപ. ഇതെല്ലാം പൂർത്തിയായി എന്നല്ല പറയുന്നത്. അങ്ങനെ 173,03,00,000 രൂപ ഈ ഒരു വർഷത്തിനിടയിൽ ജീവനക്കാരുടെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഈ സർക്കാർ ചെലവഴിച്ചിട്ടുണ്ട് എന്ന് അഭിമാനത്തോടെ പറയാൻ കഴിയും. വിൻസെന്റിന് ആ കണക്കറിയില്ലെങ്കിൽ അദ്ദേഹത്തിന് കൊടുക്കാം. അദ്ദേഹത്തിന്റെ സംഘടനയിൽ വഴങ്ങുന്നില്ല. അദ്ദേഹത്തിന്റെ സംഘടനയിൽ അല്ല, ഒരു കുറച്ച് സമയമുള്ളെന്ന് സ്പീക്കർ സാർ പറയുമ്പോൾ അത് അനുസരിക്കുക. അദ്ദേഹത്തിന് എന്നെ കണ്ടു കഴിഞ്ഞാൽ ഈ രേഖകൾ കൊടുക്കാം. അദ്ദേഹത്തിന്റെ രേഖ നിയമസഭയിൽ പറയുന്ന രേഖയാണ്. കള്ളത്തരം പറയേണ്ട പറ്റില്ല. ഇവിടെ കള്ളം പറയാൻ പറ്റില്ല. സത്യമാണ് പറയുന്നത്. ഈ